ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണ്ണമായ തേജസ്സിനെ പറ്റി ധ്യാനിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം, നമ്മുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങണം. നമുക്ക് രോഗമുണ്ട്, കടബാധ്യതയുണ്ട്, വീടില്ല, വാടക വീട്ടിലാണ്, അതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ രോഗിയായിട്ട് ആളുകൾ കിടക്കുന്നു, അതുപോലെ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ, പിന്നെ എന്താ പറയുക, വഴിയില്ല, കേസുകൾ, ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് ഇതെല്ലാം കഴിയും. അപ്പോൾ നമ്മൾ കർത്താവിനെ ധ്യാനിക്കണം. സങ്കീർത്തനം 145:5 അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണ്ണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പറ്റിയും ഞാൻ ധ്യാനിക്കും. അങ്ങനെ ഈശോയെ ധ്യാനിച്ച് ജീവിക്കുന്നൊരു മകനായി മാറണം. ഈശോയെ സ്നേഹിച്ച് ജീവിക്കുന്നൊരു മകനായി മാറണം. പ്രത്യേകിച്ച് SSLC +2 പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട്. അച്ഛൻ്റെ ഹൃദയത്തിലുണ്ട് എല്ലാവരും ചെയ്യിക്കണം. ആരും പരാജയപ്പെടരുത്. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അത് കിട്ടാതെ പോകരുത്. പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാം കിട്ടട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.